Assalamu alaikum. Welcome back to my channel. So in this video, I'm going to show you on how to make a resin name art. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഷൂട്ടാക്കിയിട്ട് കുറേ months ആയെങ്കിലും ഇത് എഡിറ്റ് ആക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇന്നലെ മുതൽ എൻ്റെ സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോസ് ഒക്കെ ഒന്ന് എഡിറ്റ് ആക്കി പോസ്റ്റ് ചെയ്യാമെന്ന്. എന്നാൽ കുറച്ച് മെമ്മറി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റെസിൻ നെയിം ആർട്ടാണ്. അതൊരു ക്യാൻവാസിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ക്യാൻവാസിൻ്റെ ആക്ച്വൽ സൈസ് എന്താണെന്ന് എനിക്ക് മറന്നുപോയി. എനിക്ക് തോന്നുന്നു ഒരു 1x1 ഫീറ്റ് ആണെന്ന് തോന്നുന്നു. ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം അതിലേക്ക് ജെസ്സോ പ്രൈമറായിട്ട് കോട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് 2-3 കോട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നെയിമിനുള്ള കട്ടിംഗ് ഒക്കെ ഞാൻ ഗോൾഡ് കളർ അക്രിലിക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ഗ്ലൂ ഗൺ യൂസ് ആക്കിയിട്ട് എനിക്ക് വേണ്ട ഡിസൈൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ. ഈ ഇറഗുലർ ആയിട്ട് ഡ്രോ ആക്കിയ ഈ ലൈൻസിൻ്റെ മുകളിലേക്ക് ഞാൻ ക്രിസ്റ്റൽ ഡസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അത് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫെവിഫ്ലെക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ക്രിസ്റ്റൽ ഡസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതേപോലെ വിടാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സിലുള്ള പെയിൻറ്റ് യൂസ് ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഗോൾഡ് കളറാണ് പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബ്ലൂ ആൻഡ് ഗോൾഡൻ കളർ തീമിൽ ചെയ്യാനാണ് എൻ്റെ പ്ലാന്. അതുകൊണ്ടാണ് ഞാൻ ഗോൾഡിൽ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിനു മുമ്പ് ചെയ്ത ഒരു റെസിൻ ക്ലോക്കിൻ്റെ വീഡിയോയിൽ ഞാനൊരു മിറർ ഗ്ലാസ്, ഒരു സ്റ്റോൺ പോലത്തെ ഒരു സംഭവം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബ്ലൂയിഷ് ബ്ലാക്കിഷ് ആ ഒരു ഷെയ്ഡിലുള്ള മിറർ ഗ്ലാസ് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്നറിയില്ല, ആ ഒരു സ്റ്റോൺ പ്ലേസ് ചെയ്താൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ശരിക്കും കാണുമ്പോൾ ആ ഒരു റിഫ്ലക്ഷനിലായിട്ട് ആ ഒരു വർക്കിൻ്റെ ഒരു ബ്യൂട്ടിനെസ് അത് വേറെ തന്നെയാണ്. അതിൻ്റെ ആ ഒരു ആക്ച്വൽ എഫക്റ്റ് ഈ ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല. ഈ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ജഗ്സ് എന്നുള്ള ഒരു ബ്രാൻഡിൽ നിന്നാണ്. അവരുടെ വെബ്സൈറ്റിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുള്ളത് ഫെവിഫ്ലെക്സ് യൂസ് ചെയ്തിട്ടാണ്. അതിനുശേഷം ക്രിസ്റ്റൽ ഡസ്റ്റിൻ്റെ മുകളിലേക്ക് ഗോൾഡൻ കളറിലുള്ള അക്രിലിക് പെയിൻറ്റ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ എംപ്റ്റി സ്പേസിൽ ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മിറർ ഗ്ലാസ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ റെസിനാണ്. റെസിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ജഗ്സ് എന്ന ബ്രാൻഡിലെ ആണ്. അപ്പോൾ റെസിൻ ഒഴിക്കുന്നതിന് മുമ്പ് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ മറക്കരുത്. കാരണം മെസ്സി ആയിട്ടുള്ള എഡ്ജ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ബെസ്റ്റാണ്. അപ്പോൾ 3 കളറിലുള്ള റെസിനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ബ്ലൂ, ഗോൾഡ് ആൻഡ് വൈറ്റ് ആണ്. പിന്നെ ട്രാൻസ്പെറൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ സ്റ്റോൺസ് ഒന്നും എളിപ്പോവാതിരിക്കാനാണ് ട്രാൻസ്പെറൻറ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിൻ കിറ്റിൽ റെസിനും വരുന്നുണ്ട്, അതിൻ്റെ ഹാർഡ്നറും വരും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് വെച്ചാൽ 2:1 ആണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് അത് ബബിൾസ് ഒന്നും വരാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക. ഞാൻ മൊത്തമായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിന് പാർട്ടീഷൻ ചെയ്തിട്ട് അതിലേക്ക് പിഗ്മെൻറ്റ് ആഡ് ചെയ്തതാണ്. അതൊന്നും ഇതിൽ ഷൂട്ടായിട്ടില്ല. എന്താ പറ്റിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ആദ്യം തന്നെ മൊത്തത്തിൽ മിക്സ് ചെയ്താൽ പിന്നെ പാർട്ടീഷൻ ചെയ്തിട്ട് സെപ്പറേറ്റ് മിക്സിങ് ഒഴിവാക്കുക. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ മിക്സ് ചെയ്തത്. മിഡിൽ എംപ്റ്റി സ്പേസിൽ ഞാൻ നേവി ബ്ലൂ പിന്നെ ഒരു വൈറ്റും ഗോൾഡ് തീമിൽ ഒരു മാർബിൾ എഫക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. റെസിൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹെൽത്തിനുള്ള സേഫ്റ്റി മെഷേഴ്സൊക്കെ ചെയ്യുക. ഗ്ലൗസ്, മാസ്ക് ഒക്കെ യൂസ് ചെയ്യുക, ഹെൽത്തിന് എന്നൊരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട്.
റെസിൻ്റെ ആ ഒരു മിക്സിങ് കാരണം ഒരു ഫ്യൂമ് പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഇൻഹെയിൽ ചെയ്യാതെ നോക്കുക. പിന്നെ സ്കിൻ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആവാത്തത് നോക്കുക. ഇതൊന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ അത് ഇൻഹെയിൽ ചെയ്ത കാരണം എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. റെസിൻ കൊണ്ട് വർക്കാക്കുമ്പോൾ മാസ്ക് എന്തായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്, ഒരു മസ്റ്റാണത്. അപ്പോൾ ഈ റെസിൻ്റെ ക്യൂറിങ് ടൈം എന്ന് വെച്ചാൽ 12 hours ആണ്. അപ്പോൾ ഇപ്പോൾ 12 hours ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ അക്രിലിക് പ്ലേസിങ് ആണ്. അപ്പോൾ ഈ അക്രിലിക് കട്ടിങ്ങിൽ ഓൾറെഡി അതിൻ്റെ സ്റ്റിക്കറൊക്കെ വരുന്നുണ്ട്. അത് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് പ്ലേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള കവർ റിമൂവ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊരു കോട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റെസിൻ ഒഴിച്ച് കൊടുക്കുക. ഞാനത് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ബബിൾസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ബബിൾ ബേസ്റ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Hoping to see you all in next video. Thank you for watching. Bye bye.